നെക്സ്റ്റ് ഫംഗ്ഷൻ്റെ പേര് ഈസ് നാൻ എന്നാണ്. ഈസ് നാൻ എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ എന്ന പേരിലുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഈസ് നാൻ ഫംഗ്ഷൻ ചെക്സ് വെദർ എ വാല്യൂ ഈസ് എ നമ്പർ ഓർ നോട്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു അപ്ലിക്കേഷൻ ഫോമൊക്കെ ഫില്ല് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഏജ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാനായിട്ടുള്ളൊരു കള്ളി ഉണ്ടാവും. അപ്പോൾ ആ കള്ളിയിൽ ഏജ് എന്നുള്ളതിന് പകരം ഒരാൾ അറിയാതെ അവിടെ ഏതെങ്കിലും ലെറ്ററോ കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ വാലിഡേഷൻ ഒരു കണ്ടീഷൻ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈസ് നാൻ എന്ന ഫംഗ്ഷൻ നമ്മൾ വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഈസ് നോട്ട് എ നമ്പർ. അതായത് നമുക്ക് അവിടെ എൻ്റർ ചെയ്തിട്ടുള്ളത് നമ്പറാണോ അല്ലയോ. കാരണം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇറ്റ് ഈസ് ചെക്കിങ് വെദർ എ വാല്യൂ ഇസ് എ നമ്പർ ഓർ നോട്ട് എന്ന്. മാത്രമല്ല നമുക്ക് അവിടെ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂ നമ്പർ അല്ല എങ്കിൽ അപ്പോൾ അവിടെ അത് ട്രൂ ആണ് നമുക്ക് റിട്ടേൺ ചെയ്യണം. ബിക്കോസ് ഈസ് നോട്ട് എ നമ്പർ, അതാണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ. സോ റിട്ടേൺസ് ട്രൂ ഇഫ് ദ ഗിവൺ വാല്യൂ ഈസ് നോട്ട് എ നമ്പർ. നമ്പർ അല്ല നമ്മൾ കൊടുത്തേച്ചാലാണ് ട്രൂ തരണത്. നാൻ എന്ന വാക്കിൻ്റെ ഫുൾ ഫോം ആണ് നോട്ട് എ നമ്പർ എന്നുള്ളത്. ഇനി ഇവിടെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഈസ് നാൻ വെൽക്കം. നമുക്കറിയാം വെൽക്കം എന്ന് പറയുന്നത് ഒരു നമ്പർ അല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ട്രൂ കിട്ടി. ഈസ് നാൻ എ 1 2 3. അതേമാതിരി ഈസ് നാൻ സ്കോർ 50. ഈസ് നാൻ ഡബിൾ കോഡ്സിലേ. അപ്പോൾ നമ്മൾ എന്തൊരു സാധനം ഡബിൾ കോഡ്സിൽ കൊടുത്താൽ അതൊക്കെ സ്ട്രിങ് ആയിട്ട് എടുക്കുക. അപ്പോൾ അത് നോട്ട് എ നമ്പർ ഫംഗ്ഷൻ വെച്ച് വർക്ക് ചെയ്യിച്ചാൽ നമുക്ക് അവിടെ അത് ട്രൂ തരുന്നു. കാരണം എന്താണ്, നമ്മളിവിടെ എൻ്റർ ചെയ്തിട്ടുള്ള വാല്യൂസ് ഒന്നും തന്നെ നമ്പർ അല്ലാത്തത് കൊണ്ട്. നെക്സ്റ്റ് നമുക്ക് അതേപോലെ വേറെ കണ്ടീഷൻ നോക്കാം. ഈസ് നാൻ ഇവിടെ നമുക്ക് 13 ഡബിൾ കോഡ്സിൽ കൊടുത്തു, അല്ലെങ്കിൽ കോഡ്സ് ഇല്ലാതെ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഡബിൾ കോഡ്സിൽ 13.5, പിന്നെ അതേമാതിരി ഡബിൾ കോഡ്സിൽ 0.123. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ്, നമ്പേഴ്സാണ്. ഡബിൾ കോഡ്സിൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇതെല്ലാം നമ്പേഴ്സാണ്. അപ്പോൾ നമ്പേഴ്സ് ആയതുകൊണ്ട് ഈസ് നോട്ട് എ നമ്പർ എന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യിച്ചാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. കാരണം ഇതെല്ലാം നമ്പറാണ്. ഇനി നമുക്കിവിടെ ഒരു ഔട്ട്പുട്ട് നോക്കാം. അലർട്ട് ബ്രാക്കറ്റിൽ ഈസ് നാൻ ഡബിൾ കോഡ്സിലേ. അപ്പോൾ എന്താ വരിക, ഈസ് നാൻ ഈസ് നോട്ട് എ നമ്പർ ചെക്ക് ചെയ്യുന്നു. എന്തിന്, ഡബിൾ കോഡ്സിൽ എ ഇട്ടിട്ട്. നമുക്കറിയാം എ എന്ന് പറയുന്നത് നമ്പർ അല്ല. നോക്കുക ഇവിടെ എ എന്ന് പറയുന്നത് നമ്പർ അല്ല. അപ്പോൾ നമുക്ക് ട്രൂ. അപ്പോൾ ആൻസർ ആയിട്ട് ട്രൂ ആണ് നമുക്ക് ഡിസ്പ്ലേയിൽ വരിക. നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത് ട്രൂ ആയിരിക്കും. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യണേ, നമുക്ക് നമ്പർ എൻ്റർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ സ്ട്രിങ് എൻ്റർ ചെയ്യാണ് അറിയാതെ എങ്കിൽ ആ സമയത്തൊക്കെ നമുക്കിതുപോലെ വാലിഡേറ്റ് ചെയ്യാനായിട്ട് കണ്ടീഷൻ വെക്കുമ്പോൾ ഈസ് നാൻ എന്ന ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയ ഇപ്പോൾ അലർട്ട് നമ്മൾ നേരത്തെ പഠിച്ചു, ഇപ്പോൾ ഈസ് നാൻ ഇതുപോലുള്ള ഫംഗ്ഷനുകളുടെ സഹായത്തോടെ നമ്മുടെ പ്രോഗ്രാം കുറച്ചും കൂടി നമുക്ക് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു.